അതെ, നിങ്ങൾ പെട്ടുപോയെന്ന് കരുതിയിരിക്കുന്ന അവിടെ തന്നെ, ആ ജോലി സ്ഥലത്തെ, ആ വീട്ടിനകത്ത്, ആ ചെന്നെത്തിയ സ്ഥാനത്ത്, അവിടെ യേശു നിന്നെ മാനിക്കും. അതിനു വേണ്ടി ഒരു മുഖാന്തരത്തെ യേശു ഈ ദിവസങ്ങളിൽ ഒരുക്കും. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്നത് പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമനെ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം വളരെ അനുഗ്രഹമായി നമ്മുടെ ഉപവാസ പ്രാർത്ഥന മുൻപോട്ട് പോകുന്നു. 22ാമത്തെ ദിവസം. വലിയ സാക്ഷ്യങ്ങൾ, സന്തോഷത്തിൻ്റെതായ വാക്കുകൾ, അതിലുപരിയായി ഞങ്ങൾക്ക് ഉപവസിക്കുവാൻ കഴിഞ്ഞു പാസ്റ്റർ. ഞങ്ങളും അങ്ങനെ ഉപവസിച്ചു. ഒത്തിരി വർഷങ്ങളായി ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും അവസരമില്ലാതിരുന്നവർ ഉപവസിച്ചു, പ്രാർത്ഥിച്ചു, അഭിഷേകം പ്രാപിച്ചു, ദൈവികമായ വിടുതലുകൾ അനുഭവിച്ചു. അങ്ങനെ പല നിലകളിലുള്ള സാക്ഷ്യങ്ങൾ വല്ലാത്ത എക്സൈറ്റ്മെൻറ്റ് സമ്മാനിക്കുന്നുണ്ട്. അവിധത്തിൽ ഞങ്ങളുടെ എക്സൈറ്റ്മെൻറ്റിന് കാരണമായ പലരും എന്നെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ചിലർ പറയും, പാസ്റ്റർ ഞങ്ങളെപ്പോഴും കാത്തിരിക്കുന്നുണ്ട്. അതെ, നിങ്ങളുടേതാണ് ഈ ദിവസം. ആ വലിയ സാക്ഷ്യം ഞങ്ങളെ എക്സൈറ്റ്മെൻ്റ് ആക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളെ എക്സൈറ്റഡ് ആക്കുന്ന വലിയ സാക്ഷ്യം ഈ ദിവസം കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ നൽകുവാൻ പോകുന്നു. റെഡിയാണോ? പ്രാർത്ഥിക്കുവാൻ, ഉപവസിക്കുവാൻ, ഇതായിരിക്കുന്ന ആ വരണ്ട അവസ്ഥ മാറുവാൻ, നല്ലതൊന്നും പുതിയതൊന്നും പറയുവാനില്ലാതെ ആസ് യൂഷ്വൽ ഇങ്ങനെ കരഞ്ഞ് നിലവിളിച്ചും ആ ഒരു അവസ്ഥയ്ക്കൊരു മാറ്റം വരുത്തുവാൻ കോണ്ടാക്ട് ചെയ്തോ. നിങ്ങളുടേത് മാത്രമായൊരു വിഷയത്തിന് വേണ്ടി. അതെ, പേടിക്കണ്ട. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാനുള്ള അവസരമുണ്ട്. ഏത് അവസ്ഥയിലായിരുന്നാലും കോണ്ടാക്ട് ചെയ്ത് ഒരു ദിവസം ക്രമീകരിക്കുക, ചേർന്ന് പ്രാർത്ഥിക്കുക. ആ വരൾച്ചയുടെ അനുഭവം മാറും. എക്സൈറ്റഡ് ആക്കുന്ന പുതിയത് കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യും. എവിടെ? അവിടെ, ആ പെട്ടുപോയെന്ന് കരുതിയായിരിക്കുന്ന ആ സ്ഥലത്ത്. മാതാവ് പേടിക്കണ്ട. പലരും പറയുന്നത് കേട്ടിട്ട് ചിന്തിക്കുക, മക്കളെ പെട്ടുപോയി, അവിടെ നിന്ന് തിരിച്ചു വരവ് അസാധ്യമാണ്. നോ, അവിടെ കർത്താവ് നിൻ്റെ തലമുറയെ പ്രയോജനപ്പെടുത്തും. അപ്പോൾ ദൂതിനടിസ്ഥാനമായിരിക്കുന്ന വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ്. രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, അവൾ തൻ്റെ യജമാനത്തിയോട്, യജമാനൻ ശമരിയിലെ പ്രവാചകൻ്റെ അടുക്കൽ ഒന്ന് ചെന്നെങ്കിൽ അവനവൻ്റെ കുഷ്ഠരോഗം മാറ്റിക്കൊടുക്കുമായിരുന്നു എന്ന് പറഞ്ഞു. ഈ സംഭവം നടക്കുന്നത് ആരാം രാജ്യത്താണ്. അപ്പോൾ ആരാം രാജ്യത്ത് പ്രവാസകാലത്ത്, മീൻസ് യുദ്ധസമയത്ത് അടിമയായി പിടിക്കപ്പെട്ട ഒരു ഇസ്രായേൽക്കാരത്തി പെൺകുട്ടി, അവൾ വീട്ടുവേലയ്ക്കായിട്ട് ചെന്നെത്തുകയാണ്. മീൻസ് പെട്ടുപോയി. അവൾ അവിടെ വളരാനുള്ളവളല്ല, അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യാനുള്ളവളല്ല. ജോലി മോശമെന്നല്ല, പക്ഷേ അവളെ സംബന്ധിച്ച് പിടിക്കപ്പെട്ടതാണ്. അവൾക്ക് ഇഷ്ടമില്ലാത്ത ജോലി ചെയ്യുന്നു. അങ്ങനെ ഇഷ്ടമില്ലാത്ത ജോലി, ഇഷ്ടമില്ലാത്ത സ്ഥലത്ത് ചെയ്യുന്ന ചിലരോടാണ് ഇന്നത്തെ ആലോചന. മനസ്സുകൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ആമേൻ. അപ്പോൾ മറ്റുള്ളവർക്കത് ഇതിനകത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം അല്ലേ സഹോദരി? നീ നിൻ്റെ അവസ്ഥ ഒന്ന് പറഞ്ഞ് അപ്പൻ്റെയോട് അമ്മയോടെ പറഞ്ഞാൽ അവർ ഇതൊക്കെ അല്ലേ നാട്ടു നടപ്പ്. നാട്ടു നടപ്പെന്നാണ്. കൂട്ടുകാരോടെ പറഞ്ഞാൽ ഇങ്ങനെ നീ അന്ന് കാര്യമാക്കണം. ഇനി ബന്ധുക്കളോടും ചാർച്ചക്കാരോടും ഒക്കെ ആണെങ്കിൽ പറയണ്ട. ഇനി അടുത്തൊരു കൂട്ടരുണ്ട്, നമ്മളല്പം പ്രശ്നത്തിലാണെന്ന് അറിഞ്ഞാൽ അത് മതി, അത് വെച്ച് ഞങ്ങൾക്ക് അറിയാമായിരുന്നു. ഇങ്ങനെ തന്നെ വരും. നിൻ്റെ വായിക്കൊഴുപ്പ് അങ്ങനെയാണല്ലോ. നീ അല്ലെങ്കിൽ ചില്ലറക്കാരിയൊന്നും അല്ലല്ലോ, നീ ചില്ലറക്കാരനൊന്നും അല്ലല്ലോ, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള, പിന്നെ അടുത്ത് സഹതപിക്കുന്ന വേറൊരു കൂട്ടമുണ്ട് ലോകത്തിൽ. നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കുക. ഈ ഉപവാസ പ്രാർത്ഥനയുടെ 22ാമത്തെ ദിവസം നിങ്ങളുടെ ഒരു പ്രിയ സഹോദരൻ എന്ന നിലയിൽ ഞാൻ പറയുക, നിങ്ങളെ കൈവിടുന്നവരെയും നിങ്ങളുടെ വിഷയങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്ന അതേ തീവ്രതയിൽ മനസ്സിലാകാത്തവരെയും, അല്ലെങ്കിൽ നിങ്ങളൊരു പ്രശ്നത്തിലാകുമ്പോൾ നിങ്ങളെ കുറ്റം പറയുകയോ കളിയാക്കുകയോ ചെയ്യുന്നവരെയും നിങ്ങൾ പേടിക്കുന്നതിനേക്കാൾ നിങ്ങൾ പേടിക്കേണ്ടത് ഈ സഹതാപം പറഞ്ഞ് കൂടെ കൂടുന്നവന്മാരെയാണ്. ആമേൻ. നിങ്ങൾ സൂക്ഷിച്ചോ. ആമേൻ. അവർ വലിയ വില്ലന്മാരാണ്. സഹതാപം. ഷബറാഥോറിയ. നിനക്ക് ലോകത്തിൻ്റെ സഹതാപം ആവശ്യമില്ല, ദൈവപ്രവൃത്തിയാണ് ആവശ്യം. നീ പ്രൈസർ ഫാമിലിക്കൊപ്പമായിരിക്കുന്നു. ലോകത്തിൻ്റെ സഹതാപത്തിലേക്ക് നോക്കരുതേ സഹോദര, സഹോദരി. ആരുടെ സഹതാപത്തിന് വേണ്ടി നിന്നു കൊടുക്കരുതേ. നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഷെക്കനെ. ഏത് സാഹചര്യത്തിൽ, ഏത് അവസ്ഥയിൽ നീ ആയിരുന്നാലും അവിടെ നിൻ്റെ തലവര മാറ്റുവാൻ ഷെക്കനെ. പറഞ്ഞവർക്കും മാറി നിന്നവർക്കും, നിൻ്റെ വേദനയുടെ കാഠിന്യം മനസ്സിലായിട്ടും മനസ്സിലാകാത്ത പോലെ നടിച്ചവർക്കും
നിൻ്റെ ജീവിതം കൊണ്ട് മറുപടി നൽകുവാൻ എൻ്റെ ദൈവം നിന്നോട് കൂടെയുണ്ട്. ഈ ഉപവാസവും പ്രാർത്ഥനയും എന്തിനെന്ന് ചോദിച്ചാൽ എൻ്റെ ദൈവം നിൻ്റെ ജീവിതം കൊണ്ട് ചിലർക്കൊരു മറുപടി നൽകുവാൻ പോകുന്നു. നോക്കൂ, അവൾ ആ ഭവനത്തിനകത്തും അവളുടെ യജമാനൻ, അതായത് ആ ഭവനത്തിൽ അവൾ ശുശ്രൂഷകയായിരിക്കുന്ന യജമാനത്തിയുടെ ഭർത്താവ്, പേര് നയമാൻ, കുഷ്ഠം വന്നു. കുഷ്ഠം, അവൻ്റെ കുഷ്ഠം മാറ്റുവാൻ ആരാമിലെ ഒരു വൈദ്യന്മാർക്കും മന്ത്രവാദികൾക്കും ശകുനവാദികൾക്കും ക്ഷുദ്രപ്രയോഗന്മാർക്കും കഴിഞ്ഞില്ല. അപ്പോൾ ഇവൾക്കൊന്നറിയാം, എനിക്കൊരു ദൈവമുണ്ട്, ആ ദൈവത്തിന് ഇസ്രായേലിൽ പ്രവാചകന്മാരുമുണ്ട്. താങ്ക് യു യേശുവിൻ നാമത്തിൽ. പക്ഷേ ഇവളെവിടെയാണ്? ചിന്തിക്കുക. നീ എവിടെ ആയിരിക്കുന്നു എന്നല്ല, നിൻ്റെ ജീവിതത്തെ എങ്ങനെ ദൈവം മാറ്റാൻ പോകുന്നു എന്നതിനെക്കുറിച്ചാണ് എനിക്ക് പറയുവാനുള്ളത്. എവിടെയായിരുന്നാലും 5-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവളുടെ നിർദ്ദേശപ്രകാരം പ്രവാചകനെ തേടിപ്പോയ നയമാനെക്കുറിച്ച് പറയുന്നു. അവൻ ചെന്ന് ദൈവപുരുഷൻ്റെ വചനപ്രകാരം യോർദാനിൽ 7 പ്രാവശ്യം മുങ്ങി. അവൻ്റെ ദേഹം ചെറിയ ബാലൻ്റെ ദേഹം പോലെ ആയി. അവൻ ആൾ മാറി. റാബാഷെഖനെ, ചിലരുടെ ശരീരം ചേഞ്ച് ആകുക, ബാലൻ്റെ ശരീരം പോലെ. നിൻ്റെ ശരീരത്തിൽ നഷ്ടപ്പെട്ടു പോയ ആ ഓജസ്സും പുഷ്ടിയും മാറുക, പുഷ്ടിയും തിരികെ വരിക. എല്ലാ സ്കിൻ ഡിസീസസും മാറിപ്പോകുക. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങ്. സ്വർഗമതകനെ ചെയ്യുന്ന കൃപയ്ക്കായി ശരീരത്തിലെ രോഗങ്ങൾ മാറി ആ യൗവനം തിരികെ വരുവാൻ പോകുക. മാതാപിതാവെ പ്രാർത്ഥിച്ചു തുടങ്ങ്. റാധാലാമ ഷേഖനെ റാധൂറിയ, നഷ്ടപ്പെട്ടു പോയ ആരോഗ്യത്തെ എൻ്റെ ദൈവം തിരികെ നൽകുവാൻ പോകുക. നിന്റെ മുഖത്ത് ആ ബാലകൻ്റെ ചിരി, റീധാലാമ ഷേഖനെ, യേശുവിൻ നാമത്തിൽ. നോക്കൂ, അതങ്ങനെ സംഭവിച്ചു. അവൻ ഇന്നോ നഷ്ടപ്പെട്ടു പോയ ആ ഒരു ബാല്യകാലം അവന് തിരികെ കിട്ടി, അല്ലെങ്കിൽ അങ്ങനെ ഒരു ശരീരം അവന് തിരികെ കിട്ടി. നഷ്ടപ്പെട്ടു പോയ ആ സന്തോഷത്തിൻ്റെ അനുഭവങ്ങളെ എൻ്റെ കർത്താവ് ഈ ഉപവാസത്തെ, പ്രാർത്ഥനയെ തുടർന്ന് നിൻ്റെ ജീവിതത്തിൽ തരുവാൻ പോകും. എന്നോ നഷ്ടപ്പെട്ടു പോയി, ഇനി ഒരിക്കലും ഉണ്ടാകത്തില്ല എന്ന് കരുതിയ ഇവൻ ബാലകനായി, അല്ലെങ്കിൽ ബാലകൻ്റെ ശരീരം പോലെ ഇവൻ്റെ ശരീരം മാറിയപ്പോൾ എന്താ സംഭവിച്ചത്? അതുവരെ തൻ്റെ ഭാര്യയ്ക്കൊപ്പം ചിലവഴിക്കുവാൻ, തൻ്റെ കൊട്ടാരത്തിനകത്ത് അന്തഃപുരത്തിനകത്ത് താമസിക്കുവാൻ കഴിയാത്തവൻ കൊട്ടാരത്തിനകത്ത് അന്തഃപുരത്തിൽ, മീൻസ് അവൻ്റെ ഭാര്യയ്ക്കൊപ്പം താമസിക്കുവാൻ, യേശുവിൻ നാമത്തിൽ നിൻ്റെ പങ്കാളിക്കൊപ്പം, നിൻ്റെ ഭാര്യയ്ക്കൊപ്പം, നിൻ്റെ ഭർത്താവിനൊപ്പം നീ പാർക്കുവാൻ പോകുക. അതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ കുഷ്ഠങ്ങളും കഷ്ടങ്ങളും മാറിപ്പോകുക യേശുവിൻ നാമത്തിൽ. റാഥൂറിയ ശബലറദരബൗഡ ശന്താർഗന. ചില കുഷ്ഠരോഗം എന്ന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നിടത്ത് പാപത്തിൻ്റെ ഒരു സിംറ്റമായിട്ടാണ് ഈ കുഷ്ഠരോഗത്തെ കാണുന്നത്, അല്ലേ? ബൈബിൾ വായിച്ചാൽ അത് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കുവാൻ കഴിയാത്തതിന് തടസ്സമായി നിൽക്കുന്ന ചില പാപങ്ങളെ യേശു ശുദ്ധമാക്കും. ഏൽപ്പിച്ചു കൊടുക്കാൻ റെഡിയാണോ സഹോദരി, സഹോദരൻ? ഈ കുടുംബ കോടതിയിലും കൗൺസിലിംഗ് നടക്കുന്നിടത്തും ബന്ധുക്കളുടെ മധ്യത്തിലും തർക്കിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ തർക്കിക്കേണ്ട. നിങ്ങൾ ദൈവസന്നിധിയിൽ സ്വയം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. 7 പ്രാവശ്യം മുങ്ങി, ഒന്ന് ദൈവസന്നിധിയിൽ നെടുമ്പാടെ വീഴ്, ഒന്ന് കരയാൻ തുടങ്ങും. ചില പാവങ്ങളെ ക്ഷമിച്ച് കർത്താവ് നിങ്ങളെ ചേർത്ത് വയ്ക്കും. സഹോദര, സഹോദരി, കർത്താവ് നിങ്ങളെ ചേർത്ത് വയ്ക്കും. നോക്കൂ, അതുവരെ ഇവൾ ഈ ബാലിക ആരായിരുന്നു? കേവലം ഒരു വേലക്കാരിയായിരുന്നു. എന്നാൽ ഈ സംഭവത്തിന് ശേഷം അവളുടെ ഒരു മാന്യതയുണ്ട്, അവളുടെ ലെവൽ മാറുകയാണ്. റാഥലമ ഷെഖനെ, നീ ആയിരിക്കുന്ന സ്ഥാനത്ത്, നീ പെട്ടുപോയെന്ന് കരുതുന്ന, നിനക്കിഷ്ടമില്ലാതെ നീ ചെന്നെത്തിയ ആ സ്ഥാനത്ത്, മക്കളെ കേൾക്ക്, അങ്ങനെ ഒരു സ്ഥലമല്ല നിങ്ങൾ പ്രതീക്ഷിച്ചത്, ആയിക്കോട്ടെ, അവിടെ കർത്താവ് ഏറ്റവും നിങ്ങളെ മാനിക്കുവാൻ പോയി. റീധബാ ഷെഖനെ. മാതാപിതാവ്, നിങ്ങളെ മക്കൾ അങ്ങനെയുള്ള സ്ഥലത്തല്ല ചെന്നുപെട്ടത്. കേൾക്ക്, അവിടെ നീ ആഗ്രഹിച്ചതല്ല നിനക്ക് നടന്നത്. അങ്ങനെ ഒരു വിവാഹമല്ല, അങ്ങനെ ഒരു കുടുംബമല്ല. നോ, അവിടെ എൻ്റെ ദൈവം നിന്നെ മാനിക്കുവാൻ പോവുക. അങ്ങനെ ഒരു ജോലിയല്ല നീ ആഗ്രഹിച്ചത്, അങ്ങനെ ഒരു സ്ഥലത്തുള്ള ബിസിനസ് അല്ല നീ ആഗ്രഹിച്ചത്, അങ്ങനെ ഒരു സ്ഥലത്തുള്ള ശുശ്രൂഷയല്ല നീ ആഗ്രഹിച്ചത്. പക്ഷേ കേൾക്ക്, അവിടെ കർത്താവ് നിന്നെ മാനിക്കുവാൻ പോവുക. റെഡിയാണോ ഉപവസിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ? കൂടെ കൂടിക്കോ. നിങ്ങളുടേത് മാത്രമായൊരു വിഷയത്തിന് വേണ്ടി ഒരു ഉപവാസം ക്രമീകരിച്ചുകൊണ്ട് പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കണ്ട. എല്ലാ ദിവസങ്ങളും രാവിലെ 7:30-ക്കും 8:30-ക്കും ഇടയ്ക്കുള്ള സമയത്ത് നമ്മളിതുപോലെ ഒരുമിച്ചായിരിക്കും. ഇതുപോലെയല്ല, ലൈവായിട്ട്. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലൈവ് അവൈലബിൾ ആണ്. ശുഭയാത്ര യേശുവിലൂടെ യേശുവെങ്കിലേക്ക് എന്ന വചന പരമ്പരയും. നമുക്ക് നിത്യത, അതെ, അത് വേണം. ലക്ഷ്യം അതാണ്. ഈ ലോകത്തിൽ പ്രാപിക്കാനുള്ളത് പ്രാപിച്ചുകൊണ്ട് തന്നെ വൈകുന്നേരം 7:30-ക്കും 8:30-ക്കും ഇടയ്ക്കുള്ള സമയത്ത് സിസ്റ്റർ വിജി ലീഡ് ചെയ്യുന്ന വചന ശുശ്രൂഷ മധ്യസ്ഥ പ്രാർത്ഥനയോട് ഭയങ്കര ബ്ലെസ്സിങ്ങാണ്. ജോയിൻ ചെയ്ത് നോക്കുക. വെള്ളിയാഴ്ച ഞായറാഴ്ച സഭയുടെ മീറ്റിങ്ങുകളാണ്.
വെള്ളിയാഴ്ച രാവിലെ 11:30 മണി മുതൽ ഉപവാസം, ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീമുണ്ട്. ജോയിൻ ചെയ്താൽ നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞായറാഴ്ച രാവിലെ കൃത്യം 10 മണി മുതൽ സഭാരാധന തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമവിള പ്രഷർ ഫാമിലി വർഷിപ്പ് സെൻറ്ററിൽ വെച്ച്. വൈകുന്നേരം 3 മണി മുതൽ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് കാട്ടാക്കടയിൽ നിന്ന് നെയ്യാറ്റിൻകര പോകുന്ന വഴിക്ക് തൂങ്ങാമ്പാറ അമ്പലത്തിൻകാല പോകുന്ന റൂട്ടിൽ പുലിമുട്ടം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് നിങ്ങൾ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാനോ കർത്താവിൻ്റെ നാമത്തെ ഉയർത്താനോ വ്യത്യസ്തമായൊരു കൂട്ടായ്മയുടെ അനുഭവം അനുഭവിക്കുവാനോ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൂടെ കൂടിക്കോ. ബ്ലെസ്സിങ് ആയിരിക്കും. നിങ്ങൾ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടും. കണ്ണടച്ചോ. വിശ്വസ്ത കർത്താവെ, നല്ല ദൈവമേ, അനുഗ്രഹീതമായിരിക്കുന്നു ഉപവാസ പ്രാർത്ഥനയുടെ 22ാമത്തെ ദിവസത്തിനായി അടിയനങ്ങയെ സ്തുതിക്കുന്നു. ഒപ്പമായിരിക്കുന്ന ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുവേ, ഇന്നലകളിൽ ഇവർ കേട്ട ആലോചനകൾ നിവൃത്തിയാകുന്ന ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി സംഭവിക്കുന്നതിനൊപ്പം ഇന്ന് അങ്ങ് സംസാരിച്ചതുപോലെ ഇവരായിരിക്കുന്ന സ്ഥാനത്ത് പെട്ടുപോയെന്നിവരും ഇവരെ അറിയുന്നവർ പറയുന്ന അതേ സ്ഥാനത്ത് ഇവർ മാനിക്കപ്പെടുവാൻ തക്കവണ്ണം ഇവരിലൂടെ സ്വർഗ്ഗം അത്ഭുതത്തെ പ്രവർത്തിക്കണമേ. ഓ ഷാബാർ ഈ ധലമ ജഗന, ആ സ്ഥാപനത്തിൽ ഇവരിലൂടെ ഒരു അത്ഭുതം. പ്രാർത്ഥിക്കുക സഹോദര. അടച്ചുപൂട്ടലിൻ്റെ വക്കിലായിരിക്കുന്ന ആ സ്ഥാപനം നീ മുഖാന്തരം അനുഗ്രഹിക്കപ്പെടുവാൻ പോകുക. ആമേൻ. ജോലി സംബന്ധമായ എല്ലാ വെല്ലുവിളികളും അഴിഞ്ഞു മാറട്ടെ. തൊഴിൽ സാഹചര്യങ്ങൾ അനുകൂലമാക്കി തീർക്കണമേ. സ്വദേശത്തും വിദേശത്തും ബാധിക്കപ്പെട്ട ജനത്തെ വിടുവിക്കപ്പെടണമേ. യേശുവേ, രോഗികൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗബന്ധനങ്ങളും അഴിഞ്ഞു മാറട്ടെ. രോഗികൾ സൗഖ്യമാകട്ടെ. ഡിപ്രഷനുകളും ഉറക്കമില്ലായ്മകളും മാറട്ടെ. സൂയിസൈഡ് ടെൻഡൻസികൾ മാറിപ്പോകട്ടെ. റാധലമ ഷേഖനെ, കോൺഫിഡൻസ് ഇല്ലാത്ത അവസ്ഥകൾ മാറിപ്പോകട്ടെ. എല്ലാ കോംപ്ലക്സ് മാറിപ്പോകട്ടെ. റിധാബ ഷേഖനെ, വൈകല്യം, പഠന വൈകല്യങ്ങൾ മാറിപ്പോകട്ടെ. റീധലമ, സ്വഭാവ വൈകൃതങ്ങൾ മാറിപ്പോകട്ടെ. എല്ലാ അഡിക്ഷൻസ് മാറട്ടെ. പൊണോഗ്രഫി, ഗെയിം അഡിക്ഷൻ, മൊബൈൽ അഡിക്ഷൻ മാറിപ്പോകട്ടെ. തലമുറകൾ വിടുവിക്കപ്പെടട്ടെ. നല്ല റിസൾട്ടുകൾ ഉണ്ടാകട്ടെ. വിദ്യാഭ്യാസം മെച്ചപ്പെടട്ടെ. ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുക്കട്ടെ. മക്കളെ പഠിപ്പിക്കുവാൻ നിവൃത്തിയില്ലാതെ ഭാരപ്പെടുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗം അങ്ങ് വഴി തുറക്കണമേ. വിവാഹങ്ങൾ നടക്കട്ടെ. ഉദരഫലങ്ങൾ ജനിക്കട്ടെ. ഭവനങ്ങൾ പണിയട്ടെ. വസ്തുക്കൾ ഇവർ വാങ്ങട്ടെ. വാഹനങ്ങൾ വാങ്ങട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. മദ്യപാന വ്യഭിചാര കൂത്തുകൾ ഈ ദിവസങ്ങൾ ഇവരിൽ നിന്ന് മാറിപ്പോകട്ടെ. 21ാമത്തെ ദിവസം ഞങ്ങൾ ഇവരെ അനുഗ്രഹിക്കുന്നു കർത്താവ്. ഇവർ അനുഗ്രഹമായി തീരട്ടെ. ഇവർ ചെയ്യുന്നതൊക്കെ സാധ്യമായി തീരട്ടെ. ബാധ്യതകൾ നീങ്ങട്ടെ. കടഭാരങ്ങൾ മാറട്ടെ. പലിശക്കടങ്ങൾ, ജപ്തി നടപടികളും യേശുവിൻ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. സ്വദേശത്തും വിദേശത്തും ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഡിവോഴ്സായി പലവിധമായ പ്രശ്നങ്ങളിലായി നിൽക്കുന്നവർ വലിയൊരു ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ജനത്തെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. അനുഗ്രഹമാക്കി പരിപാലിക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക മാത്രമല്ല നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും പ്രഷർ ഫാമിലിക്കൊപ്പം ചേർത്ത് നിർത്തുക. നമുക്ക് ഒരുമിച്ച് മുൻപോട്ട് പോകാം. കർത്താവ് ഏറ്റവും ശ്രേഷ്ഠകരമായ അനുഭവങ്ങളിലൂടെ ഈ ദിവസങ്ങളിൽ നിങ്ങളെ നടത്തും. നാളെ പകൽ ദൈവം വെച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട അനുഗ്രഹം പ്രാപിച്ച പ്രഷർ ഫാമിലിയുടെ പ്രഭാതമന്നെ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെയായിരിക്കും. അതുവരെയും പ്രിയർ, ഹാവ് എ നൈസ് ഡേ. പ്രഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമ്പവിളയിലെ പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.